ഡ്രൈവിംഗ് ലൈസൻസ് സമ്പ്രദായം നമ്മൾ കാര്യക്ഷമമാക്കിയാലും എത്ര കാര്യക്ഷമമാക്കിയാലും നമ്മൾ റോഡ് സേഫായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ റോഡ് സേഫായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് അഭിപ്രായം. ഇപ്പൊ ഡ്രൈവിംഗ് നമുക്ക് നേരത്തെ അറിയാം, ഈ പറയുന്ന ആക്സിഡൻസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപകടം ഫുട്പാത്തിലൂടെ വണ്ടി ഇടിച്ചു കയറി നടന്ന ഒരു ആക്സിഡന്റ് ആണ്. അപ്പൊ ഇത് നേരത്തെ പറയുന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതിന് ശേഷം ഒരു ട്രെയിനിങ് നടത്തിയതാന്ന് പറയുന്നു. അപ്പൊ ഇതിനിപ്പം വേറെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഡ്രൈവർ സിമുലേഷൻ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അപ്പൊ ഇതൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, നമുക്ക് ഈ ഒരു കൺട്രോൾഡ് ആൻഡ് സേഫ് എൻവയോൺമെന്റിൽ നമുക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ട്രെയിൻ നടത്താൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ ഒരു ആധുനിക സംവിധാനം നമുക്കുള്ളപ്പം ഇതുപോലുള്ള ആധുനിക സംവിധാനത്തിലാണ് നമുക്ക് ഈ രീതിയിലൊക്കെ ഡ്രൈവർമാരെയും അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തതിനും പരിശീലിപ്പിക്കേണ്ടത്. അപ്പൊ നേരത്തെ ചോദിച്ച കണക്ക് നമുക്കും ഈ വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. നമുക്കറിയാം ഇപ്പം ടൂ വീലേഴ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നതിന് കാണപ്പെടുന്നത്. 60% പെഡസ്ട്രിയൻസും ടൂ വീലേഴ്സും കൂടെ ചേർന്നാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ ആക്സിഡന്റ് കൂടി വരുമ്പം ഈ ടൂ വീലർ അല്ലെങ്കിൽ ഇതുള്ള സേഫ് സിസ്റ്റം അല്ല. ടൂ വീലർ എപ്പോഴും നമുക്കറിയാം ആക്സിഡന്റ് കൂടുതൽ ഉണ്ടാക്കുന്ന അതിൻ്റെതായ ഒരു സേഫ്റ്റി കുറവാണ്. വൾണറബിൾ റോഡ് യൂസർ എന്നാണ് നമുക്ക് ടൂ വീലറിനെ നമുക്ക് പറയാം. അപ്പൊ ഈ ഇപ്പം NMT, അതായത് നോൺ മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നത്, അതായത് NMT, അതായത് ഈ പെഡസ്ട്രിയൻസിന് നമുക്ക് റോഡിൽ കൂടെ പോകാനുള്ള സംവിധാനമില്ല. നമുക്കറിയാം ഫുട്പാത്തുകൾ വളരെ ചുരുങ്ങിയ വീതിയേ ഉള്ളൂ. അപ്പൊ ഫുട്പാത്തുകൾ സൗകര്യമില്ല, റോഡിൽ കൂടെ നടക്കേണ്ടി വരുന്നു. റോഡിൽ നമുക്ക് നടക്കേണ്ടി വരുന്ന വെച്ചാൽ പലപ്പോഴും എൻക്രോച്ച്മെന്റ്സ് ആണ്. ഇപ്പൊ ഈ നമുക്കറിയാം ജനറൽ ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ ആണെങ്കിൽ പല രീതിയിലുള്ള എൻക്രോച്ച്മെന്റ്സ് ഉണ്ട്. ഈ എൻക്രോച്ച്മെന്റ്സ് കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു സേഫ്റ്റി റോഡിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ സേഫ്റ്റി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ റോഡുകൾ ആദ്യം നിലവാരത്തിലാക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പലവിധ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ റോഡും കൂടെ സേഫ് സിസ്റ്റം അപ്രോച്ച് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പരിപാലിക്കുകയോ വേണം. അത് പിന്നെ എൻഫോഴ്സ്മെന്റ്, നമുക്കറിയാം പലപ്പോഴും എൻഫോഴ്സ്മെന്റ് കുറവുണ്ട്. കാര്യം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു ഡ്രൈവർ എറർ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ പോലീസ് കേസ് ചെയ്തിട്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് ക്യാൻസൽ ചെയ്ത് പിന്നെ ഒന്നുകൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കത്ത രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞു ITTR ഉണ്ട്. ITTR നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. അവർ എല്ലാ സിറ്റികളിലും അതായത് എല്ലാ ടൗണുകളിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു നല്ലൊരു ഡ്രൈവിംഗ് നോളജ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ അവർക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ കൊണ്ടുവരണം. കാര്യം ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ ആശാന്മാരാണ്, പഴയ ആശാന്മാരാണ്. അവർക്ക് വലിയ അറിവൊന്നും കാണില്ല. പക്ഷെ ഇവരെ ഒരു ട്രെയിനിങ് മോഡിലേക്ക് കൊണ്ടുവരികയും ഇവരെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുകയും ഇപ്പൊ ഈ കുറഞ്ഞ രീതിയിൽ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും അതിലൂടെ നമുക്ക് നല്ല ഡ്രൈവർമാരെ സൃഷ്ടിക്കാനും സാധിക്കും.